ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ കാനൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ പ്രശസ്തനായൊരു തെയ്യം കനലാടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം നമ്മുടെ പെരുവണ്ണാൻ എന്ന സ്ഥാനത്തിലും കുറച്ചുകൂടി മുകളിലായിട്ടുള്ള മാങ്ങാടൻ എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിന് അർഹനായ ഒരു ആളാണ്, തെയ്യം കനലാടിയാണ്. അതുകൂടാതെ പ്രശസ്തമായ നീലിയാർ ഭഗതിയൊക്കെ കെട്ടിയാടുന്ന ഒരു കനലാടി കൂടിയാണ്. പ്രശസ്തമായ മാക്കം തെയ്യം, അങ്ങനെ ഒരുപാട് ബഹുമതികളൊക്കെ നേടിയ ഒരു തെയ്യം കനലാടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. നമ്മൾ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വാ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് തെയ്യത്തിൻ്റെ ഈ വർഷത്തെ ഏകദേശം സീസൺ കഴിയാറായി? ഈ വർഷം ഏകദേശം മറ്റുള്ളവർക്കെല്ലാം കഴിയാറായി എന്ന് പറയും. പക്ഷേ പൊതുവിലെ ക്ഷേത്രങ്ങളെല്ലാം ഇനി വിഷുക്കളിയാട്ടം കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ നമ്മളെ അവിടെ തന്നെ പറഞ്ഞോളാം, നീലിയാറ് കോട്ടം എന്ന് പറഞ്ഞാൽ ആ നീലിയാറ് കോട്ടത്ത് അവസാനിക്കുന്നില്ല. 16 ദിവസമേ അവിടെ ഒഴിവുള്ളൂ. കർക്കടകം സംക്രമം മുതൽ 16 ദിവസം അവിടെ ഒന്നും ഉണ്ടാവില്ല. ആ 16 ദിവസം നമുക്ക് ഒരു ഒഴിവ് എന്ന് പറഞ്ഞതില്ലോ, മറ്റെല്ലാ ദിവസവും മിക്കവാറും അവിടെ ഉണ്ടാകലുണ്ട്. അപ്പോൾ തെയ്യം കഴിയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പം ഈ മണയില തേക്കാനുള്ള ഭാഗ്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ 16 ദിവസം ഒഴികെ അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, അതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് അച്ഛനും അമ്മയും വിളിച്ച പേര് ഹരിദാസൻ. അപ്പോൾ ഹരിദാസൻ ചെറുപ്പം ദാസൻ എല്ലാവരും അറിയപ്പെടും. പിന്നെ ആചാരത്തിൻ്റെ പേരിലെ പെരുവണ്ണാൻ ആചാരം ഒരു 3-4 സ്ഥലത്ത് നിന്ന് വായിച്ചിട്ടുണ്ട്. തലപ്പറമ്പ് കൊട്ടുംപുരത്തുനിന്നും കുറേ വായിച്ചിട്ടുണ്ട്. പിന്നെ കോട്ടല്ലൂർ തമ്പുരാനിരിക്കുന്നത്, അങ്ങനെ കടാച്ചറ മാവിലാശ്വരന്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് പെട്ടോത്ത് 5 സ്ഥലത്തുനിന്ന് അത് ഞാൻ ആദ്യമായിട്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രസൻറ്റേഷനായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയെല്ലാം പറയുമ്പോൾ 5-10 ഉണ്ടാകും. അതൊന്നും പറയാം, അത് പറയുമ്പോൾ ആൾക്കാർക്കൊന്നും അത് ക്രെഡിറ്റിന് വേണ്ടി പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. അധികാരമായിട്ട് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. കോട്ടൂർ തലപ്പുറം അമ്പലത്തെ കൊട്ടുംപുറത്ത് രാജരാജേശ്വരനിരിക്കുന്നത് കിട്ടിയാൽ തന്നെ മതി. അത് വലിയൊരു കാര്യം. അതെ, അത് 18 വയസ്സിൽ അത് കിട്ടീന്. ഈ ബാലിയാന്നെൻ്റെ മെയിൻ തെയ്യം നേരത്തെ കിട്ടിയിട്ട് അവിടുന്ന്. അപ്പോൾ സ്വന്തം നാടാണല്ലോ കാനൂല്. അപ്പോൾ കാനൂല് നാട്ടുകാർക്ക് പെരുവണ്ണനാവണ്ടേ, ഇല്ലെങ്കിൽ അതൊരു ഇല്ല. അതുകൊണ്ട് അങ്ങനെ അവർ രണ്ടാമത്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് തരേണ്ട സ്ഥലം കോടല്ലൂർ തമ്പുരാണ്. അവിടെ നിന്ന് കിട്ടി. പിന്നെ അങ്ങനെ പിന്നെ അച്ഛൻ്റെ അവകാശമുള്ള സ്ഥലം പട്ടും. ആ പട്ടത്ത് മടയൻ ക്ഷേത്രപാലൻ്റെ കൊലം എനിക്ക്. അപ്പോൾ അവിടെ നിന്നും ആധികാരികമായിട്ട് തന്നെ പട്ടും വെളിയിൽ നിന്ന് പെരുവണ്ണൻ സ്ഥലം 3ാമത്തെ അവിടെ നിന്ന് കിട്ടീന്. പിന്നെ അങ്ങനെ കൂത്തുപറമ്പ് പൂവത്തുംകീഴിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബാലിക്ക് ആദ്യം ഞാൻ ആചാരം വാങ്ങുന്നത് തന്നെ ബാലിക്കാണ്. ഈ ആനൂട്ടാമെന്ന് തന്നത് പുതിയ ഭഗവതിക്കാണ്. പിന്നെ പട്ടത്ത് നിന്നിട്ട് ക്ഷേത്രപാലം കിട്ടിയിട്ടാണ്. പിന്നെ കൂത്തുപറമ്പെന്ന് തന്നത് ബാലിക്കന്നെ. അപ്പോൾ അതിനുശേഷം കാടാച്ചറ എന്ന് പറഞ്ഞ അവിടെ വിശ്വ അതും അധികാരമായിട്ട് തന്നെ വെട്ടുംപള്ളിയുണ്ട് അതിന്. പിന്നെ ഈ പൊയിൽ ഭഗവതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാശ്ശേരി ഏകദേശം ഉഗ്രവൃത്തിയാണ്. ആ ഉഗ്രവൃത്തിയിൽ അവിടെ നിന്നും തന്നെ. പിന്നെ പ്രസൻറ്റേഷനായിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ അതെല്ലാം അതിലിടയിലാണ് ഈ മാങ്ങാടൻ്റെ സ്ഥാനം. അതിന് വളയല്ല, കച്ചുംചിരി അറിയാം, ചുറ്റും കിട്ടും. അത് പിന്നെ നമ്മളെ ഈ മണക്കാടൻ നിലം പറയുന്ന പദവിയിലേക്കാണ്. അത് ചുരുക്കി വന്നത് തന്നെ മാങ്ങാടൻ. അത് കടമ്പേരി അമ്പലത്തിനുണ്ട്, കരക്കാട്ടിടം നായനാറ്. ആ പദവി കിട്ടിയാൽ മാങ്ങാടൻ്റെ നമ്മളെ സമുദായത്തിൻ്റെ അകത്ത് മുതുതലയായി. കുറ്റൂരൻ നീണിക്കം എന്നെല്ലാം പറയുന്ന അതിൻ്റെ വേറെ ടൈപ്പ്, ഓരോ ഏരിയയിൽ ഓരോ സ്ഥലത്താണല്ലോ. അപ്പം അങ്ങനെ മാങ്ങാടൻ പദവി നീലിയാർ കോട്ടത്ത് അത് 10-30 കൊല്ലമായി. ഈ മാങ്ങാടൻ പദവി എന്ന് പറഞ്ഞാൽ ശരിക്കും പെരുവണ്ണാൻ എന്നതിലുപരി കുറച്ചുകൂടി പെരുവണ്ണാൻ ആദ്യം. പെരുവണ്ണാൻ ഇപ്പം പിന്നെ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയിട്ടും പെരുവണ്ണനാക്കാം. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളെ നാട്ടിലൊരു പെരുവണ്ണനില്ല അല്ല. അപ്പം ചില കോലങ്ങളും കെട്ടാൻ പെരുവണ്ണൻ തന്നെ ആവണം. അങ്ങനെയുണ്ടല്ലേ? വേട്ടക്കൊരു മകൻ കുലസ്വരൂപത്തിങ്ക സ്ഥായി ഇങ്ങനെയുള്ള തെയ്യത്തിലും ആധികാരമായിട്ട് പെരുവണ്ണ സ്ഥലം തന്നെ വേണം. അത് ഓരോ നാട്ടിലെ പെരുവണ്ണനാരിയാക്കാം. മുത്തപ്പൻ കൊള്ളാട്ടം കിട്ടിയിട്ടും പെരുവണ്ണ വീരന്തയും കിട്ടിയിട്ടും വള കൊടുത്ത ചരിത്രമുണ്ട്. പക്ഷെ ഇത് അങ്ങനെ കിട്ടുന്നില്ല. മാങ്ങാട സ്ഥാനം
ഈ മാങ്ങാടൻ്റെ സ്ഥാനം കിട്ടിയാൽ ഈ കോട്ടത്തമ്മ കെട്ടാൻ പറ്റും, നീലിയാർ കോട്ടത്തമ്മ. നമ്മൾ നീലിയാർ കോട്ടത്ത് ഇവിടെ ഏകദേശം ഈ അമ്മയുടെ ആരുടെ സ്ഥലം നീലിയാറോട്ടം ഉടക്കുറത്ത് മാങ്ങാട്ടുപറമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച നീലിയാറോട്ടം വേറെ ഉണ്ട് കണ്ണപുരത്തെല്ലാം. അവിടെ നിന്നും പിന്നെ മാങ്ങാട സ്ഥാനം വേണ്ട, പെരുവണ്ണാനും കിട്ടാം. അപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ മാങ്ങാടൻ്റെ പദവി വേണം. അത് പാരമ്പര്യമായിട്ട് മക്കത്തായാണ്. അച്ഛൻ്റെ മക്കത്തായാണ്. ഞാനപ്പോൾ ഈ പട്ടത്ത് അവകാശം ഉണ്ടെന്ന് ഞാൻ പറയാനില്ല, കാരണം മരുവക്കത്തായത്തിൻ്റെ നിലനിൽപ്പുണ്ടാവും. ഇപ്പോൾ മാങ്ങാട സ്ഥലം ഇപ്പം മക്കത്തായാണ്. പണ്ടേ അച്ഛനടിക്കുന്നത് അച്ഛനെ കിട്ടി, അങ്ങനെ അച്ഛനടിക്കുന്നത് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇത് ഇത്രയും ചെറുപ്പത്തിലെ മാങ്ങാടനായ ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ടായില്ല. പെട്ടെന്ന് അച്ഛനെ സുഖമില്ലാണ്ടായി. അപ്പോൾ അച്ഛൻ്റെ അനിയന്മാരൊക്കെ ആരും തയ്യാറല്ലാണ്ടെന്നു വെച്ചാൽ ഇത് കുറച്ചൊരു ഭാരമുള്ള കേസല്ലേ. വലിയ മുടിയാണ്, കാറ്റിനും മഴയത്തും വേണം, കർക്കിടമാസവും വേണം. അപ്പോൾ 3-4 ആൾ വേണം. അപ്പോൾ എല്ലാവർക്കും അതിനകത്ത് അവരെല്ലാം ഏകദേശം വയസ്സുമായിനി. അപ്പോൾ അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ തലയിൽ വരാനുള്ള കാരണം. അതാണ് പെരുവണ്ണാനും മാങ്ങാടനായിട്ടുള്ള മാറ്റം. ശരി. അപ്പോൾ ഈ നീലിയാർ കോട്ടത്ത് ആഴ്ചയിൽ 2 ദിവസം ഇല്ല എന്ന് തോന്നുന്നു. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഇല്ല. മറ്റ് അങ്ങനെ എപ്പെങ്കിലും ഉണ്ടാവില്ല, പ്രാർത്ഥനയും എന്തെല്ലാം എല്ലാ സംക്രമവും ഉണ്ടാവും ഇവിടെ കൊണ്ട്. പക്ഷേ ഇപ്പം എന്താന്ന് പറയുക അത്ഭുതമാണ്. ആഴ്ചക്ക് 5 ദിവസം ഉണ്ടാകുന്നുണ്ട് നേർച്ച. ഏടുന്നല്ലോ ഇത്ര ദൂരത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മളെന്നെ ഞാൻ പല സ്ഥലത്ത് തെയ്യം കെട്ടാൻ പോയാൽ ഇങ്ങനെ പറയും, ഇവിടെ അധികം സന്താനത്തിൻ്റെ കേസാണ്. അപ്പം നമുക്ക് ഒരു ഉറച്ച വിശ്വാസം. എന്നെ വ്യക്തിപരമായിട്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ 2 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചേ. അമ്മേനെ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മളൊരു ഉപാസന ആയിട്ട് അമ്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെന്താ അതിനോട് നമ്മൾ ആത്മാർത്ഥയാണ്. മറ്റുള്ളവരോട് ആത്മാർത്ഥം ഇല്ല എന്നല്ല, പക്ഷേ ഓരോന്നിനും ഓരോട് അടുപ്പുണ്ടാവില്ലേ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് പരിപാടി അവതരിപ്പിക്കുമ്പോൾ നല്ല തെയ്യം കെട്ടുമ്പോൾ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഇത്ര കൊല്ലമായി മക്കളില്ലാതെ അല്ലെ അങ്ങനെയില്ല കല്യാണം. ഞാനെന്തരം പറഞ്ഞു നോക്കും, എൻ്റെ വിശ്വാസത്തില് നിങ്ങൾ കോട്ടത്ത് വന്ന് നോക്കുന്നു, നമ്മയോട് പറഞ്ഞു നോക്കുന്നൊരു. അപ്പോൾ അവിടെ വന്നവരാരും മുടങ്ങിയിട്ടില്ല, അവർ കാര്യം മുടങ്ങിയിട്ടില്ല, കാര്യം സാധിക്കുന്നത്. അതൊരു അത്ഭുതമാണ്. അത് അങ്ങനെ സാധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവിടെ ഇടുന്നില്ലാത്ത ആൾക്കാർ വരുന്നെന്നും എല്ലാവരും കാര്യം 10-15 കൊല്ലം 16 കൊല്ലം പഴക്കമുള്ളതിലും 18 കൊല്ലം പഴക്കമുള്ളതിൻ്റെ അടുത്ത് സാധിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലം കുട്ടികളില്ലാത്ത കേസ് പ്രാർത്ഥിച്ച് അങ്ങനെ മഹാരോഗങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം എന്നാണ് എടുത്ത കഴിവെന്ന് വ്യക്തിപരമായിട്ട് അത് പറഞ്ഞാലില്ല, പക്ഷെ നടക്കുന്നുണ്ട്. ആദ്യം ഓക്കെയാണ്. എത്ര വലിയ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രശ്നം മടപ്പുരയിൽ അവിടുന്ന് അവരെ ഭാഗം കൊല്ലത്ത് കഴിക്കുന്നുണ്ട് കൊട്ടത്തമ്മ. കൊല്ലത്തിൽ എന്നുവെച്ചാൽ മകരം 2-ാം തീയതി അത് തീരുമാനിക്കും. അത് ഇന്നും മുടങ്ങാണ്ടില്ല. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് ബന്ധമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും 5-ാം പടി മുച്ചരോട്ടാവിൽ കടിയാട്ടം തുടങ്ങണമെങ്കിൽ ഇവിടെ കൊട്ടത്തമ്മ വെച്ചിട്ട് ഇവിടുന്ന് വിളക്ക് കൊണ്ടുപോകണം. ആരോടവധി ഇതാന്നർത്ഥം. കണ്ണപുരത്തുണ്ട് ഒരു ക്ഷേത്രം കുറുവക്കാവ്, അവിടെ തുടങ്ങണമെങ്കിൽ ഇവിടുന്ന് വിളക്ക് എത്തിച്ചു കൊണ്ടുപോകണം. ധനു 15-ന്. പെട്ടത്ത് 10 ദിവസത്തെ കളിയാട്ടമാണ്. 10 ദിവസത്തെ കളിയാട്ടം കഴിഞ്ഞാൽ അവർക്ക് ആ വ്രതം മുറിക്കണമെങ്കിൽ പൂർത്തിയാകണമെങ്കിൽ അവരെ പിടിച്ച തിരുവായുധം, കുഞ്ഞുമലത്ത്, വലിയ മലത്ത്, പഞ്ചുരുളി, അങ്ങനെ 3 ആളും പിടിക്കുന്ന ഒരു തിരുവായുധമാണ്. ആ തിരുവായുധം ഇവിടെ കോട്ടത്തമ്മേരെ കാട്ടിലെത്തിക്കണം. അവരെല്ലാവരും കൂടി വരണം. എന്നാലേ പൂർത്തിയാവില്ല. അപ്പോൾ സൂക്ഷിക്കുന്ന അവിടെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിച്ച് നടയിൽ വെച്ചിട്ട് ഇവിടെ കാണുന്ന ഇതൊക്കെ തെയ്യമായി ബന്ധപ്പെട്ട അണിയലം നമ്മുടെ അണിയലം അല്ലേ? അണിയലം. അങ്ങനെ ഓരോ തെയ്യത്തിന് ഇപ്പം ഇന്നലെ കഴിഞ്ഞ തെയ്യമായിരിക്കില്ല നാളെ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ തെയ്യം കൊണ്ടുവച്ചു, നാളത്തെ തെയ്യത്തിൻ്റെ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഇത് എടുത്തിട്ട് ഓരോ സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിക്കേണ്ട സമയം കിട്ടാതെ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്തടുത്ത ദിവസങ്ങളിൽ തെയ്യം ഉണ്ടാവുകയും ചെയ്യും അല്ലേ? ഉണ്ട് വൈക്കുണ്ട്. അപ്പോൾ ഇതിനുള്ള ഇങ്ങനെ കൊണ്ടുവച്ചു എന്നല്ലാണ്ട് എടുത്ത് ഭദ്രമായിട്ട് വെച്ചാലും പിന്നെ രണ്ടാമത് ആദ്യം എടുക്കേണ്ടി വരും. അപ്പോൾ സീസൺ കഴിയുന്നവരെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതൊക്കെ
വീട്ടിൽ തന്നെ സൂക്ഷിക്കും അല്ലേ? ആ വീട്ടിൽ തന്നെ. മടപ്പരയിൽ സൂക്ഷിക്കേണ്ട തിരുവടിയാണ്. പക്ഷേ അത് ഞാൻ വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ തന്നെ അതിന് പ്രത്യേക ഇതുണ്ട്. മുത്തപ്പൻ്റെ വലിയ വലിയ മുത്തപ്പൻ്റെ തിരുവടി, തിരുവപ്പനൻ്റെ. വേറെ അത് അംഗീകാരങ്ങളൊക്കെ കിട്ടിയതൊക്കെ വേറെ ചെറുത് അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്തായാലും അതിനെ പറ്റൊന്നും അത്ര വില വെച്ചില്ല. പിന്നെ ഇത് ആ താടി വെച്ചതെല്ലാം ഞാൻ തന്നെയാണ്. തെയ്യം കെട്ടാണ്ട് കുറച്ച് നാൾ തന്നെ എന്നാലും എടുത്തതാണ്. എന്തുകൊണ്ടാ അങ്ങനെ? അതൊരു ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്ക് ഒന്നും പറ്റില്ല. എൻ്റെ മരുവനുണ്ടായിരുന്നു ഒരു മുത്തപ്പൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആ മരുവൻ മരിച്ചുപോയി. അപ്പോൾ പിന്നെ എനിക്കിനോട് ഒരു മടുപ്പ് തോന്നി. അങ്ങനെയാണ് ആ സമയത്ത്. ഇത് ബാലിയെല്ലാം ഞാനാ. ബാലിയല്ലേ? ബാലി പിന്നെ അല്ലേ കോട്ടത്തമ്മ. അതെ. അത് അങ്ങ് ആട്ടിനൊക്കെ അടിക്കുന്നത്. അതെവിടെയില്ല? അത് പട്ടത്ത് ഉണ്ട് ഒരു സ്ഥലം. അതിപ്പോഴും ആചാരമുണ്ട്. ഉണ്ടല്ലേ? അത് മറ്റേ മുച്ചിലോട്ട് ചെറുവാഞ്ചേരി കെട്ടുക. അതേ താത്തയ്യോ ഈ മൂലക്കുള്ളേ? അത് വെട്ടുച്ചകൻ വെട്ടുച്ചകൻ എന്ന് പറയും. ഇരിഞ്ഞിക്കൽ അമ്പലത്തിലില്ല, ഇവിടെ ഈ ഭാഗത്തില്ല, കുറവാണ്. പിന്നെ കുറെ ഇത് ഫോട്ടോ കാര്യമെല്ലാം ഉള്ളത് നമ്മളെ വീട് ശുദ്ധീകരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഈ നല്ല മാറ്റം പോയിന്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതല്ലേ? പുറത്തെടുത്ത് വെക്കൂല, പുറത്തെടുത്ത് മുകളില്. ഈ മുത്തപ്പൻ അങ്ങയുടെ തന്നെയാണോ? അല്ല, ഇത് മകൻ്റെ അല്ലേ? ഹരിയേട്ടുണ്ടല്ലേ? ചലക്കമാക്കം തന്നെയല്ലേ അല്ലേ? തൊണ്ടച്ചൻ അവിടെ വന്നിരുന്നു നമ്മള്. പോയില്ലേ? അല്ല, ഇവിടെ കല്ലേശ്ശേരി അല്ല, നമ്മളെ ചാലക്കും വന്നിരുന്നു, കൂടാളിയും വന്നിരുന്നു. അത് ഭാര്യയുടെ അച്ഛനും അമ്മയാണ്. അതെയോ? എൻ്റെ അച്ഛനും ഇവിടെ അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ, തെയ്യം എന്ന ഒരു രൂപം അരങ്ങിലെത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഈ തെയ്യക്കാരനും തെയ്യം കനലാടിക്ക് ഇതിൻ്റെ പിറകിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ഇതിനുള്ള അണിയണങ്ങളും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാനും എല്ലാവരെയും അറിയിക്കാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ആരും കൂടുതൽ അറിയപ്പെടുന്നില്ല. ഇപ്പം നിങ്ങളെപ്പോലത്തെ മാധ്യമങ്ങളും എൻ്റെ എല്ലാം ഉണ്ട്, കുറേ ഭാഗം അറിയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം ആരും അറിയുന്നില്ല. ആ കാണുന്ന വലിയ മുടി വെട്ടണമെങ്കിൽ എത്ര ദിവസം മെനക്കെട്ടണം. കഴുക് മുറിച്ച് കൊണ്ടുവന്ന് അതങ്ങനെ. അതെ, അത് നമ്മളിപ്പം വിശ്വകർമാവരെ കൊണ്ട് ആശാര്യമാരെ കൊണ്ട് ചെത്തിക്കില്ല. പണ്ട് കാലത്ത് നമ്മളെന്നെ അച്ഛനും ഏട്ടനും എല്ലാം കൂടി കത്തിയാളുകൊണ്ട് ഇങ്ങനെ മഴ കൊണ്ട് കഴുങ്ങ് മുറിച്ച് കൊണ്ടുവന്നിട്ട് അത് കീറി എന്നിട്ട് അത് നേർഗനയാക്കി കത്തിയാളുകൊണ്ട് ചെത്തി മിനുസപ്പെടുത്തി അത് അടിയിലെ പിന്നെ ഭാഗം തന്നെ പറ്റൂല, മുകളിലെ ഭാഗം അങ്ങനെ മുകളിൽ കനം കൂടും. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധാപൂർവ്വമായി കൈകാര്യം ചെയ്തു. അതുണ്ടാക്കി എന്നിട്ട് മുള കൊണ്ടുവന്ന്, മുളയും ഓടയും, ഓട നമ്മൾ ഉപയോഗിക്കില്ല എന്നുവെച്ചാൽ നമുക്കിവിടെ സ്ഥിരം വേണ്ടുന്നുണ്ട്. ഓട വേഗം പോയി പോകും മുള തന്നെ. അത് കെട്ടി ഉണ്ടാക്കണം ഒരു ആഴ്ചത്തെ ഉറച്ച എന്തായാലും മെനക്കെടണം. അത് മാത്രമല്ല അത് മുറിയാൻ ചെയ്യും അല്ലേ? ചെത്തൊക്കെ ചെയ്യും. കൈക്കെല്ലാം ഡാമേജ് പറ്റും. എല്ലാം പ്രയാസമുള്ള കാര്യമാണ്. കയറുകൊണ്ട് കെട്ടിയിട്ട് വിരൽ മുറിയും കെട്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒടയും മുടിയും. അപ്പോൾ ഒരാഴ്ചയിലധികം വേണ്ടത് അതാക്കണമെങ്കിൽ അതിൻ്റെ പ്രയാസം ആരും കാണുന്നില്ല. മുടി ശരിയായിട്ടില്ല എന്നെല്ലാം പറയും. എൻ്റെ ബുദ്ധിമുട്ട് കണ്ടില്ല. അങ്ങനെ തന്നെ അതിന് വേണ്ടുന്ന തുണികൾ ഇതിപ്പോൾ പുതിയ ഇത് പുതിയ ഭഗവതിക്ക് കൊടുത്തതാണ്. ഒറ്റ വിളിമ്പെന്ന് പറയുന്നത്. ഒറ്റ വിളിമ്പല്ലേ? അതല്ല, എടുത്തൂടെ നമുക്ക്? ഇത്രയും വെയിറ്റ് ഉണ്ടല്ലേ ഇനി? ആ കഞ്ഞീൻ്റെ വെയിറ്റാണ് ഇത്. വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒറ്റ ഒന്നോ ചുറ്റും അല്ലെങ്കിൽ ഈ പുതിയ ഭഗവതിക്ക് ഒന്ന് മതി. മറ്റുള്ളതിലുള്ള 5 ഉണ്ടാവും. മറ്റേ ബാലേരിയയിലും വെള്ളാട്ടം ഇതിന്റെ ഇത് ഇപ്പം ഇനി ഉയരം കൂടുന്നേരം നീളം കുറഞ്ഞു വരും. ഇത് ഏറ്റവും ലാസ്റ്റ് വലിപ്പുള്ളത്. ഇനി ഇതിനകത്ത് ഒരു ചുട്ടച്ചാൻ കുറഞ്ഞ്
അങ്ങനെ 5 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇത്രയും ഭാരവും നമ്മൾ സ്വന്തമായി അതെടുത്ത് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം കുലക്കാരന്. അല്ല ഇത് മാത്രമല്ലാണ്ട് മുടിയുടെ ഭാരം വേറെയുണ്ട്. ആഭരണങ്ങള് പുതിയ ഒതുക്കിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ നേരത്തെ മാക്കത്തിൻ്റെ അല്ലേ, മാക്കത്തിൽ 2 തട്ടിലൊടിയായിരിക്കും അരയോട. ആ അരയോട ഒരു 5-6 കിലോ അത് വരും. അതിൻ്റെ മുകളിലാണ് ഈ 6 പന്തം വരുന്നത്. ഇതെല്ലാം താങ്ങുന്നൊരു ശരീരമെന്ന് പറഞ്ഞോളൂ. അരക്ക് ഒരുപാട് വല്ലാതെ പ്രയാസമുണ്ട്. ഈ ഉടക്കോല് വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ 4-6 പന്തവും കെട്ടി ഒടിയും വെച്ച് ഇതെല്ലാം നമുക്ക് ഒരു വകയാ കാല് പൊന്തില്ല, കാലിൻ്റെ ഇടുന്ന ഒന്ന് പ്രയാസം ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് പീടി 2 സ്ഥലത്തെ വേദന. ഇത് നമ്മൾ വലിയ മുടി വെച്ചായിട്ട് ഇരിക്കുമ്പോൾ എല്ലാം ഇടിയാന്ന് അതിൻ്റെ തട്ടുക. അപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അപ്പോൾ അതെല്ലാം നമ്മൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചു. മുറ്റത്ത് പോയിട്ട് ലേശം കുറഞ്ഞവനെങ്കിൽ എന്താ പറയുക, അവൻ അധ്വാനിക്കാൻ കയ്യാണ്ടതിനിപ്പോൾ അയാൾക്കെല്ലാം കയ്യാണ്ടതിന്. പിന്നെ മറ്റുള്ളവരുടെ അയാൾക്കെല്ലാം മതിയായി കൂടി എന്ന് പറയും. ചിലപ്പോൾ ജനങ്ങളെ ഇഷ്ടം കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതെല്ലാം ആരും പിന്നെ കുലക്കാരൻ മാത്രം അനുഭവിക്കുന്ന വേദനകളാണ്, പ്രയാസം. മാനസികമായിട്ട് അങ്ങ് ശരീരം നമ്മൾ ആ ഭഗവതിക്ക് വിട്ടുകൊടുക്കലാണ്. ഏതുപോലെ ധരിക്കുന്നത് ആ കോലത്തിനെ ഉപാസന സമർപ്പിക്കുക. എന്നാലും അത് ഓട്ടോമാറ്റിക് ഒരു ശക്തി കിട്ടും. ഇപ്പം വ്യക്തിപരമായിട്ട് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ നാക്കെല്ലാം രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം, അത് അവനവൻ്റെ കഴിവുണ്ടാന്ന് ഞാൻ പറയില്ല. എനിക്കത് ഉറപ്പാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്. അതൊന്നും ഒരു അത്ഭുതമുണ്ട് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് മറ്റേ 7 മണിയായിട്ട് കയ്യാൻ വേണ്ടി ഇപ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അമ്മയെ കണ്ടുമതി ആയിട്ടില്ലെന്ന് അവരും പറയും. കയ്യണമെന്ന് എനിക്ക് തോന്നലില്ല. അതാണ് എൻ്റെ ഇത്. കയ്യിൽ നിന്ന് തുറസ് കൂടുക. ശരിക്ക് പിന്നെ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ലല്ലോ. രാത്രി മാക്കത്തിന്റെ തോറ്റം തുടങ്ങി കഴിഞ്ഞ് അത് തലേന്ന് വൈകുന്നേരം 4 മണിക്ക് ഇത് മൂത്താൻ തുടങ്ങും നമ്മൾ. അപ്പോൾ 5 മണി 6 മണി നമുക്ക് ഇതെല്ലാം വെച്ച് കെട്ടി അതിന് പ്രത്യേക ആഭരണമാണ് ചുറ്റും കെട്ടുന്നത്. അതല്ല ഈ മുറ്റത്തേക്ക് ഒരു 6 മണിക്ക് പോയാൽ പിന്നെ അത് 4 മണിക്ക് അണിയറിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഈ 4 മണിക്ക് മൊത്തം മുമ്പിൽ പോകാൻ കഴിച്ച ഭക്ഷണം കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലോ അത് കാര്യമായിട്ട് കഴിക്കാനും ധൈര്യം ഉണ്ടാവില്ല. വയറ്റുന്നുണ്ടാകും തോന്നിപ്പോയി. വെള്ളം അധികം കുടിച്ചുകൂടാ, മുദ്രയ്ക്കാൻ മുട്ടിട്ടെങ്കിലും ചെയ്യാ. അപ്പോൾ ഒരുപാട് ഉള്ളടക്കായ സഹനശക്തി ഉണ്ട് വിജയിച്ച് വരണമെങ്കിൽ. അതാണ് അണിയറിൽ വന്നാൽ പിന്നെ പല്ല് തേച്ച് പദവിയിലൊന്നും കൈകാര്യം ചെയ്യാൻ സമയമില്ല. വെളിവന്നു പോയി പന്തം വെച്ചൊരു കാര്യമുണ്ടോ? അപ്പോൾ അതിലിടക്ക് പിടുത്തം എത്തും വേണം. അപ്പോൾ മറ്റുള്ളവരോടും തിരക്കാക്കും, എല്ലാവരും ഒന്ന് പറയും വേഗം നോക്കുന്ന പറയും, അതിനും ചാട്ടുപൊട്ടാക്കിയിട്ട് അത് ഈ കോരക്കാരൻ്റെ എനർജി. അത് ഓനും സാധുവായി കഴിഞ്ഞാൽ ഇപ്പം കൂടാളി മാക്കത്തിന് ഇപ്പം കഴിഞ്ഞ മാക്കത്തിന് മുന്നേ അപ്പുറത്തെ മൊത്തം തന്നെ എനിക്ക് മൊത്തം ആളില്ല. വരാൻ പറഞ്ഞാൽ രണ്ടാളാന്ന് വരാണ്ട് മിസ്സായി. അപ്പോൾ അതിൻ്റെ കഥയാലോചിക്കട്ടെ. അപ്പോൾ ടെൻഷനില്ല, മൊത്തത്തിനാണല്ലോ. അപ്പുറത്ത് എഴുതുമ്പോൾ ഞാൻ സ്വന്തം കഴിവുണ്ടാവും, മനസ്സിൻ്റെ ധൈര്യമില്ലെങ്കിലോ ഈ 5 മുറ്റത്ത് കൊണ്ടേ സ്വന്തം മൊത്തത്തിട്ട് നോക്കാൻ കഴിഞ്ഞിന്. അപ്പോൾ ആ ധൈര്യം കൊലക്കാരൻ്റെ ഒട്ടാകെ കിടക്കുന്നത് മനോധൈര്യം, എക്സ്പീരിയൻസ്. ധൈര്യം കൈവിട്ട പിന്നെ പോയി. ഭക്തി മാത്രം പറ, മനസ്സിന് ധൈര്യവും ആരോഗ്യം വേണം. അതുകൂടാണ്ട് സഹനശക്തി ഒരുപാട് വേണം. കാരണം ആ തെയ്യം രാവിലെ ഇതെല്ലാം കാണുന്നത് ഇത് കെട്ടിയിട്ട് കളിയാണ്. കെട്ടിയ കല അല്ലേ? നെറ്റിക്കലും തലയൊന്നും ചില സ്ഥലത്ത് ഇങ്ങനെ തൊടാൻ കഴിയില്ല. ആഴയുടെ ഇവിടുത്തെ കല വെളിച്ചപ്പാടിനൊക്കെ ഇങ്ങനെ കൊത്തി മുറിച്ചിട്ടാണ് കല പോലത്തെ കല അല്ലേ ഇത്? ഈ കെട്ടിന്റെ കളിയാണ്. ഈ ചെവിയിലെ ഇത് ഈ വയലേക്ക് കൊടുക്കുന്ന എഗറില്ലേ, അതിന്റെ കയറ് കൊണ്ട് ഇത് വർത്തമാനം വരുന്ന അനങ്ങൂലേ, വയ്യ തൊടാങ്ങില്ല. ചെവിയാണ് കീറിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് പ്രയാസമുണ്ട്. ഇപ്പം ചിലമ്പ് കിട്ടാലേ, ചിലമ്പിട്ടലി പോയി കാണുന്നില്ല, അത് വേദന എടുക്കുന്ന കാര്യമാണ്. ആ വേദന നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാ? ആ സമയത്ത് ചെയ്യേണ്ട വേണ്ടേ?
ഇതൊക്കെ നമ്മളെ അരങ്ങത്ത് വന്നിട്ടാകുമ്പോ ചെറിയൊരു സമയത്ത് തെയ്യം കഴിഞ്ഞിട്ട് നമ്മള് ശരിക്കും ഈ പറയുന്ന നമ്മളായാലും കുറ്റം പറയും. അല്ല, അതിന്റെ അപാകത, ചില വിഭാഗത്തിന്റെ അപാകത കണ്ടുപിടിക്കില്ല പ്രത്യേകത. അവരെന്താ ചെയ്യുന്നത്, അതിൻ്റെ എന്തുണ്ട് വീഴ്ച, ആ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പം പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം മൊത്തം ഇത് പറയുന്നത്. പക്ഷെ എനിക്കത് പറഞ്ഞേ പറ്റും ഏത് കോലക്കാരനും സംഭവിക്കുന്നത്. ഒരു ക്ഷണിച്ച ആൾക്കാർ കൈമേലാണ് നമ്മളെ വിശ്വാസം കിടക്കുന്നത്. അവർ രണ്ടാളും മിസ്സായാൽ എന്ത് ചെയ്യും? മൊത്തം തന്നെ ആൾ വന്നിട്ടില്ല, എനിക്ക് ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഹീലെന്ന് പറയാൻ പറ്റുമോ ക്ഷേത്ര കമ്മിറ്റിയോട്? ഇല്ല. അവർക്ക് അവരുടെ ടൈമിന് മുറ്റത്തെത്തണം. അപ്പോൾ ആടാ നമ്മൾ അയ്യോ ആരുമില്ല, അപ്പാടാണ് തൊട്ട് തയ്ച്ചോടാ. ഇതൊക്കെ പഠിച്ചിരിക്കണം അല്ലേ? പഠിച്ചു, അതാണ് ടൈമിൽ വേണ്ടത്. എല്ലാവരും എഴുതി അതേ സ്റ്റൈലിൽ തന്നെ. അപ്പോൾ അവിടെ ആർക്കും അറിയില്ലല്ലോ ഇയാൾ സ്വന്തം എഴുതിയിട്ടാണ് വരുന്നതെന്നല്ല. അപ്പോൾ ആ ഒരു കൊലക്കാരൻ്റെ കഴിവാത്. അവിടെ ഈ ധൈര്യം ചോർന്നവർ ആ ശരീരം ഞാൻ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പറയില്ല ഇന്നും ബാക്കിയായി മതി. അത്ര കടുപ്പിൽ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഞാൻ പറയും ഇന്നും ബാക്കിയായി മതി. ഇന്നലത്തെ സ്ഥിതി തന്നെ ഉറക്ക് കണ്ടത്രേ കുടിവാറിയിട്ട് ജലദോഷം എന്ന് പറയുന്ന സഹിക്കില്ല. ഉറക്കു കഴിഞ്ഞു മുത്തപ്പന് പോയി അവിടെ പോയിട്ട് ഇത് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, ജലദോഷം എന്ന് പറഞ്ഞാൽ സഹിക്കുന്നില്ല. അതിൻ്റെ അലർജിയുടെ ഗുളികയുണ്ട്, അത് കുടിച്ചാൽ ഉറക്ക് വരുന്നതാണ്. പക്ഷെ ഇത് പോക്കൊന്നിട്ട് ഈ മീശപ്പറ്റി കൂടെ ആവില്ല. ആൾക്കാർ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് അവരൻ്റെതായ വൃത്തിമാനവും വേണ്ടേ. അപ്പോൾ ഒരു ഗുളികയും കുടിച്ചു. അപ്പോൾ കഴിയുമ്പോൾക്ക് ഓവർ ക്ഷീണം. അങ്ങനെയല്ലോ അയാൾക്ക് ആട് കാണിച്ചുവിടുക. അവിടെ എത്തിയതേ ബന്ധമില്ല, ഭക്ഷണം കഴിക്കുന്നതൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി വീണ് കിടക്കയിൽ. മനസ്സിലായി, മുണ്ടെല്ലാം അയച്ചത് പിന്നെ പോലെ തെറ്റാണ്, കെട്ടിയ പോലെ തന്നെ അങ്ങനെയാണ് ഉണ്ട്. അപ്പോൾ ആ സ്ഥിതി അതൊന്നും അതല്ല. പിന്നെ നമ്മൾ സ്വന്തം ഇത് കഴിക്കേണ്ടപ്പോൾ ഏത് മണിക്കാലും ഓരോ അതിൻ്റെതായ വിഷമമുണ്ടോ. ഞാനിപ്പോൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ ഇന്ന് കോട്ടത്തമ്മ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ അതായിക്കോട്ടെ, കാണാം. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ ഇത്ര സമയം തെയ്യക്കാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങേ പറ്റിയും അങ്ങേ എത്ര വയസ്സ് മുതലാണ് ഈ തെയ്യം രംഗത്തേക്ക് വരുന്നത്, കടന്നു വരുന്നത്? സാധാരണ എല്ലാവരും വരുന്ന പോലെ തന്നെ ആടിവേടം കെട്ടിയിട്ടായിരിക്കും എന്നറിയാം. നമ്മളെ മുക്കാൽ ഭാഗം ആൾക്കാരും അങ്ങനെയാണ്. ആദ്യത്തെ ബാലപാഠം ആടിവേടം തന്നെ. അങ്ങനെ അത് പിന്നെ അത് നമ്മളെ ഭാഗത്ത് നമ്മളെ ഏട്ടന്മാരിലും വളർന്നതിന് ശേഷം പിന്നെ ഞാൻ 7 വയസ്സിൽ ഞാൻ ഇവിടെ കെട്ടിനി. അത് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് കിട്ടലുണ്ട്. ചിലവർക്ക് കുട്ടികളുണ്ടാവില്ല, ഇവിടെ കെട്ടേണ്ട ആൺകുട്ടികളുണ്ടാവില്ല. അപ്പോൾ അടുത്തൊക്കെ നമ്മൾ വിളിക്കും. കല്യാശ്ശേരി അങ്ങനെയല്ല, പള്ളിക്കുന്ന്, അലവല്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മൾ വേടം കെട്ടാൻ പോയിട്ടുണ്ട്. പക്ഷേ 7 വയസ്സ് തുടങ്ങിനി അച്ഛൻ്റെ ഒപ്പം തന്നെ. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കോലസ്വരൂപത്തിൽ വന്ന തെയ്യമായിരുന്നു പട്ടുത്ത് മാഞ്ഞാളമ്മ. മാഞ്ഞാളമ്മ അല്ലേ? ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ തെയ്യം കിട്ടുന്ന വിധത്തിൽ ആദ്യത്തെ തന്നെ മാഞ്ഞാളമ്മ. അതന്നെ വർഷം കെട്ടാനൊക്കെ ഭാഗ്യം കിട്ടി. അധികാളും വീരനിലായിരിക്കും. അതെ അതെ അതെ, വീരനാന്റെ ഫേമസ് ആയ ഒരു കാലത്ത്. പക്ഷെ ഫസ്റ്റ് 11 വയസ്സ് തുടങ്ങിയത് പട്ടുത്ത് മാഞ്ഞാളമ്മ. അത് കഴിഞ്ഞ് തെയ്യങ്ങൾ കെട്ടിയാടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ കൊല്ലം തന്നെയാണ് ഇവിടെ പിന്നെ ഇത് മുച്ചോട്ടാ വെള്ളം കുറേ കാലം കിട്ടിയിട്ടുണ്ട്. ഒലിക്കണ്ടനും പിന്നെ കരിവേടം എന്ന് പറയുന്നത്, തലച്ചട എന്ന് പറയുന്നത്, അങ്ങനെയുള്ള വെള്ളാട്ടങ്ങളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയെല്ലാം കെട്ടി. പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പം വീരം കെട്ടി. വീരന് പിന്നെ വീരം കെട്ടാൻ തുടങ്ങിയ ശേഷം അധിക സ്ഥലത്തും ഒരുപാട് വീരം കെട്ടിയിട്ടുണ്ട്. ഇന്നിപ്പം നമ്മളെ ഇവരെല്ലാം പോയി കഴിക്കുന്ന കളത്തക്കാവ്, അഴീക്കോടിലും പണ്ടാരത്തക്കണ്ടി, കളത്തക്കാവ്, അങ്ങനെയെല്ലാം പറയപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വീരം കെട്ടാൻ പോയിട്ടുണ്ട് ഒരു കാലത്ത്. അതൊന്നും ചെറിയ സമയമല്ലേ, അതുകൊണ്ടാണ് തെറിക്കുന്ന ഒരു കാര്യം. അച്ഛൻ അതെല്ലാം വെളിച്ചെല്ലാം തേച്ചിട്ട് വീട്ടിൽ നിന്ന് ഇപ്പം തുള്ളിക്കും. ആ സമയത്ത് മുറ്റത്ത് തന്നെ ട്രെയിനിങ്. അങ്ങനെയാണ് പിന്നെ വീരം കിട്ടി. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അന്നേരം ചെറിയ ചെറിയ കോലങ്ങൾ വീരൊന്നും മാത്രമല്ല, അതിനിടയ്ക്ക് ഒരു തൊണ്ടച്ചൻ കെട്ടേണ്ട ഭാഗ്യം പെട്ടെന്നുണ്ടായി. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 15 വയസ്സ് എത്തിയിട്ടില്ല തൊണ്ടച്ചൻ കെട്ടുമ്പോൾ പെട്ടു തന്നെ. അങ്ങനെ പെട്ടെന്ന് നമ്മളെ തെയ്യത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഉണ്ടായി ആദ്യം. എന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാനൂല് ക്ഷേത്രങ്ങൾ കുറവാണ്. ഇവിടെ അധിപതി കൊട്ടത്തമ്മയാണ്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ പിന്നെ വടക്ക് ഒരു ആനയോട്ടാകും പുതിയാവ്. പിന്നെ ബാക്കിയുള്ളതിൽ തൊണ്ടച്ചൻ്റെ 2 ക്ഷേത്രമുണ്ട്, അതൊന്നും ഇന്നലെ നടക്കില്ല. അങ്ങനെ ഇന്നലെ അപ്പം നമ്മളെ ചെറിയ പ്രായത്തിൽ അതെല്ലാം പൂട്ടിയിട്ടാണ്. ഇപ്പം ഇവിടെ 2-3 സ്ഥലം തുറന്നു നടക്കുന്നുണ്ട്. പക്ഷെ തെയ്യത്തിൻ്റെ ഇതൊരു കൂട്ടായ്മ അധികം കൂടി ഇല്ല ഈ നാട്ടിൽ. അതുകൊണ്ട് നമ്മളെല്ലാം പുറത്താണ്, പുറത്ത് പോയിട്ട് ആ തെയ്യം ശീലിച്ചിന്. വാലി കിട്ടിയത് വെള്ളാവിലാണ്.
അപ്പോൾ അത് അതിൻ്റെ ഒരു മനുഷ്യന് ഒരു കാര്യത്തിലേക്ക് തുടങ്ങും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്നാലും ഞാൻ തുന്നപ്പണിയാണ് തലപ്പറമ്പിൽ. അപ്പോൾ ഈ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ ഒരാളും തുന്നപ്പണിയുണ്ട് എടുക്കുന്നുണ്ട്. അവരുടെ ക്ഷേത്രത്തിൽ ആദ്യം കെട്ടുന്നത് ധർമ്മദൈവമാണ്. ഞാൻ ധർമ്മദൈവം കെട്ടുമ്പോൾ അഴീക്കോട് ലക്ഷ്മേട്ടനാണ് ബാലി. ഞാൻ ധർമ്മദൈവം കെട്ടിയത് ഇയാൾ ചോദിച്ചു എന്നോട്, അടുത്തൊരു വിശ്വകർമ്മ ചോദിച്ചു, നീ ബാലി കെട്ടൂടാന്ന് ചോദിച്ചാൽ തമാശക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്താ കിട്ടുന്നത്. പക്ഷെ അതൊരു വാക്കാണ്. അത് ഞാനത് പറഞ്ഞവിടെ വിട്ടു. പക്ഷെ അയാളത് പറഞ്ഞിട്ടില്ല. അയാൾ പിറ്റത്തെ കൊല്ലം അടയാളം കൊടുക്കും. മകരം 2-ാം തീയതി അടയാളം കൊടുക്കുക. അപ്പോൾ 9-ാം തീയതി തെയ്യം, മകരം 7 ദിവസത്തേക്ക് എപ്പം. അയാൾ എന്താണ് പറഞ്ഞത്, ദാസനെ കൊണ്ട് ബാലിയാക്കണം. ഒരു മാറ്റം വരുന്ന ആ ജീവിതത്തിൽ. അപ്പം ഞാനിത് പറഞ്ഞു, ഓൻ എന്നോട് ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനെന്തരം കളിതമാശയിൽ പറയാം അതും കിട്ടില്ലേ. പക്ഷെ അതൊരു ഉത്ഭവം, തുടക്കം. അച്ഛനത് ഏറ്റിട്ട് വരും. അച്ഛനെ അടയാളം ബാലിക്ക് എന്തൊക്കെ ഞാൻ കാര്യമായിട്ട് എന്താ പഠിച്ചിനാ ഇല്ല തുറന്നു പറയാലോ. അപ്പോൾ അതിൻ്റെ വരവിളിയെല്ലാം അറിയും ചെറുപ്പത്തിൽ. അതേ അറിയില്ല കാര്യമായിട്ട്. ബാക്കി അച്ഛൻ്റെ ആംഗ്ലങ്ങളെല്ലാം പോയിട്ട് ചുണ്ടയിലെല്ലാം പോയിട്ട് കണ്ണവരം ചുണ്ട വലിയൊരു ആൾക്കാരുണ്ട്. അവിടുത്തെ കിരീടും സാധനം എല്ലാം കൊണ്ടുവന്ന് അടിയിലെ ആൾക്കാരെ തോട്ടത്തിനനുസരിച്ച്. അപ്പം നമ്മളാൾക്കാരുടെ ഒരു പെട്ടി ആൾക്കാർ വന്നു. ഈ ചെറിയ ചക്കൻ ഇങ്ങനെ വലിയ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയായിട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് വിശദമാക്കി തരാൻ മാങ്ങാട്ട് നാരായണമ്പരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചെടുത്തല്ലോ. കണിച്ചാമിൽ നാരായണമ്പരം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കണിച്ചാമിൽ നാരായണമ്പരം അയാളെടുക്കെ പോയി സംശയം തുറയെ തീർത്ത് തന്നു. പക്ഷെ എന്നാലും കാര്യമായിട്ടൊന്നും അറിയില്ല. തുള്ളണമെന്നറിയും നല്ലോണം. അങ്ങനെ ആ ഒരു തെയ്യം കഴിച്ചു. ആ ഒരു തെയ്യം കഴിച്ചതിന് ശേഷം ഞാൻ വെച്ചാൽ അത് മടങ്ങിയെന്നു. പക്ഷെ 2-ാമത്തെ കൊല്ലം നീ തന്നെയാണെന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ്റെക്കൊന്നും അല്ലെ എഴുതി വാങ്ങാൻ തുടങ്ങി. പിന്നെ കിട്ടുന്നിടയ്ക്കെന്നെല്ലാം എല്ലായിടയ്ക്കും തെയ്യം കാണാൻ പോകും. കണ്ടു മനസ്സിലാക്കുന്ന പ്രധാനമല്ല. പിന്നെ എങ്ങനെ പഠിപ്പിച്ചാലും ആര് പഠിപ്പിച്ചാലും എന്താ പറയുക, അവന് സ്വന്തം ഒരു തന്മയത്വത്തിലുണ്ട്, മനോധർമ്മത്തിൽ ഉള്ളുന്ന് വരുന്നത്. അപ്പോൾ ആ ബാലിയുടെ എന്ന് വെച്ചാൽ ബാലിയുടെ കഥ രാമായണം കഥയാണ്. ആ കഥ വായിച്ചാൽ ഈ കഥാപാത്രം ആരാന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ഒരു കോലക്കാരൻ്റെ വിജയം. അതിനറിഞ്ഞ് അത് നമ്മൾ പറയും കോലം മറിഞ്ഞ് സ്തുതിപ്പതിനുള്ളിൽ എന്നൊരു തോറ്റമുണ്ട്. കീർത്തിയേതേറെ വരും. അപ്പോൾ അതിന് മനസ്സിലാക്കല അതിൻ്റെ കഴിവ്. അപ്പോൾ കാണുമ്പോൾ ആ കഥ വായിക്കുമ്പോൾ ഓ ഇയാൾ ഇങ്ങനത്തെ ആളല്ലേ എന്നല്ല മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഐശ്വര്യം പരാജയമില്ല ഇയാൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് പറ്റിയത് ഏത് തന്നെ എന്നല്ലേ. ആ തെറുപ്പിന് എപ്പോഴും 1.5 ബലവാനാണ്. ഓൻ തോക്കുന്നില്ല, ബാലി തോക്കുന്നില്ല എടി. എതിർക്കാൻ വരുന്നത് ആരോ അവൻ്റെ പകുതി ബലവും എൻ്റെ ഒരു ബലം. അപ്പോൾ 1.5 ബലമില്ല, അവന് പകുതി ബലമില്ലല്ലോ. അങ്ങനെ ഈ ബാലി വരം വാങ്ങിയത്. അപ്പോൾ പിന്നെ നല്ല മനസ്സിലിഷ്ടപ്പെട്ടൊരു തെയ്യം, പവർഫുൾ എപ്പം മസിപ്പ പറഞ്ഞ അയാൾക്ക്. അങ്ങനെയാണ്. പിന്നെ ഒരു തരം പോക്കാണ്. വലിയ ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ അന്നേരം ഇത്രയും കാലത്തിനിടയ്ക്ക് സമുദായത്തിൽ കെട്ടാൻ പറ്റുന്ന എല്ലാ തെയ്യവും ഏകദേശം കെട്ടി എല്ലായിട്ടില്ല. നമുക്ക് ഒരു പരിമിതി ഉണ്ട്. ഇപ്പം എനിക്ക് ഇവിടെ മാങ്ങാടെന്നുള്ള സ്ഥാനമുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ കൊല്ലം കെട്ടിക്കൂടാ. പിന്നെ ഇനിയിപ്പം ഞാൻ അങ്ങനെ അതിനായിട്ട് അങ്ങനെ മത്സരിക്കലില്ല. ഇല്ല കോലങ്ങൾ അങ്ങനെയാണ്. ഞാൻ കഴിക്കുന്ന കോലം ബാലി, ഇളങ്കോലം, മുത്തപ്പൻ തിരുവപ്പന, മാക്കം, പുതിയ ഭഗവതി, തൊണ്ടച്ചൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറെ കഴിക്കുമ്പോൾ ഒറ്റലിന് അങ്ങനെ ചാടി നിൽക്കലില്ല. മുച്ചിലോട്ടോദ്യം കഴിച്ചിനി. പക്ഷെ മുച്ചിലോട്ടോദ്യം കഴിച്ചിട്ട് അത് എന്താ അങ്ങനെ കൊണ്ടുപോകാൻ കയ്യിലാക്കിയിട്ട് 5-8 ദിവസത്തെ മെനക്കേടുണ്ടായി. 7 ദിവസം മുച്ചിലോട്ടാവില്ല കൊണ്ടു. അപ്പോൾ എന്നാലും കോട്ടത്തം വരാനും മടക്കം വരില്ല. 27-ാമത്തെ വയസ്സിൽ ഇവിടെ മാങ്ങാടനായി ഞാൻ. അത്രയും ചെറുപ്പത്തിലെ. ഇപ്പം എത്ര വയസ്സായി പറയാൻ പറ്റും? ഇപ്പം 60 വയസ്സ് ആയല്ലേ. വയസ്സ് ശരീരത്തിൻ്റെ ഇതല്ല, മനസ്സിനെ ബാധിക്കാണ്ട്. പക്ഷെ ഇപ്പം തളർന്നുപോയി. നിരന്തരമായിട്ടുള്ള പരിപാടി ഇപ്പോഴത്തെ ഈ രോഗങ്ങളുള്ള പ്രഷർ ഷുഗറില്ല അതെല്ലാം ഉണ്ട്. എന്നാലും ധൈര്യം കൊണ്ട് അതെല്ലാ കൊല്ലം വിജയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വെല്ലുമുടി വെക്കാതെ ആളുണ്ട്. വെല്ലുമുടി എല്ലാ തെയ്യം കിട്ടും, പ്രഗത്ഭനാണ്. പക്ഷെ ഇത് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതാണ് വെക്കേണ്ടതെന്ന് ഇപ്പം പിന്നെ എണീക്കലുണ്ടാവില്ല. പേടിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പം നമ്മൾ നീരാനോട്ടത്തുമ്പോൾ സുനാമി ഉള്ള സമയത്ത് കൊടുങ്കാറ്റടിക്കുന്ന ഇവിടെ കൊട്ടത്തമ്മയുണ്ട്. എൻ്റെ വിചാരം ഞാൻ ഇവിടുന്ന് തലയിൽ വെച്ച് പോകുമ്പോൾ നമ്മൾ നിൽക്ക് വേണം കെടുത്തോ ഇല്ലെങ്കിൽ ആർക്കൊന്നേ ആ തീരുമാനം. അതുകൊണ്ട് അതെങ്ങനെ രക്ഷിപ്പിക്കുന്നത് അതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടില്ല ഒരു വിശ്വാസം ഇതിൻ്റെത്തേക്ക് വന്ന് മുതൽ എന്നെ വേണ്ടി അങ്ങനെ പരാജയപ്പെടുത്തി. ദൈവാനുഗ്രഹം എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പ്. എന്നെ വേണ്ടി പരാജയപ്പെടുത്തില്ല. എത്ര വലിയ ഇങ്ങനെ എത്ര ഈ മാക്കത്തരൻ്റെക്ക് ഞാൻ സ്വന്തം കരഞ്ഞിട്ടുണ്ട്. ഈ മാക്കെല്ലാം കരയുമ്പോൾ എൻ്റെ കഥ എന്നെ അന്വേഷിച്ചാൽ തന്നെ കരയാൻ കഴിയും.
2 വയസ്സിൽ അമ്മ മരിച്ചതല്ലേ, എന്നാൽ അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ കൂടിയിട്ട് രണ്ടാനമ്മയുണ്ട്, അച്ഛൻ കല്യാണം കഴിച്ചിന്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ ആലോചിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ജീവിതം വളരെ മോശമാണ്. എല്ലാം അതെ, മാഗത്തിന്റെ ഇതെല്ലാം ശരിക്കും കാണും, നമുക്ക് കണ്ടു നിൽക്കുന്നതായിരിക്കും കരച്ചിൽ വരുന്ന ഒറിജിനാലിറ്റി കറിയല്ല, ഇവരൊന്നും കാണാൻ പറ്റില്ല പെണ്ണുങ്ങളൊന്നും. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ ഇതിന്. പക്ഷെ ആ മാഗത്തിന്റെ കഥ കേട്ടാൽ ശരിക്കും കരയണം അറിയൂ. അല്ല, ഞാനെന്ത് ജന്മാന്ന് ഞാൻ സ്വന്തം തന്നെ ആലോചിക്കലുണ്ട്. ഇത് ആർക്ക് ചില സമയത്ത് നമ്മളാൾക്കാർക്ക് തന്നെ ഒരു അയാൾ സ്വന്തം പറയുന്ന അപ്പം എന്ന് പറയും, പക്ഷെ വന്ന് കണ്ടവർക്ക് അറിയാം. ഈടെ ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഒരാൾ വന്നിട്ട് ഒരാഴ്ചക്ക് ഇത്ര ദിവസം കൊട്ടത്താൽ മതിയില്ല, ഒരു കൊല്ലത്തിൽ 300ഓളം കഴിക്കലുണ്ടെന്ന് പറഞ്ഞിട്ട്, ഒരു കൊല്ലത്തിൽ 200 അതിൻ്റെ എന്തോ എഴുതില്ല, ഭയങ്കര ആളാണ്. ഇതിനതിന് വിമർശനമുണ്ട്, അത്രയും ഉണ്ടാകുമെന്ന് വെച്ചു. ഇവിടെ വന്ന് നോക്കിയല്ലേ അറിയില്ലോ. അപ്പം എൻ്റെ കളറാണ് എൻ്റെ ഇത്, അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലെപ്പം വിശ്രമിക്കില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, പക്ഷേ പറയുമ്പം ചില വ്യക്തിപരമായിട്ട് അവനവനെ പുറത്തി പറയില്ലേ, അതിൻ്റെ ആവശ്യം എന്നെ സംബന്ധിച്ചിട്ടില്ല.